ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയാൻ വിൽ, ഷാൽ അതല്ലെങ്കിൽ ഗോയിങ് ടു യൂസ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചു. ഇന്ന് ഭാവി കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വില്ലോ, ഷാലോ, ഗോയിങ് ടു ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊന്നും ഇല്ലാതെ ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെന്റൻസ് നോക്കിയേ. മീറ്റിംഗ് നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. മീറ്റിംഗ് നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ എഴുതുന്നത് മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് ടുമോറോ 10 AM. ഇങ്ങനെയാണ് ഇത് നോർമലി നമ്മൾ പറയുന്നത്. മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് ടുമോറോ at 10 AM. സോറി, at 10 AM. നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഇവിടെ നമ്മൾ വില്ല് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു വില്ല് ഒരു കാഷ്വൽ വേർഡ് ആണ്. കൂടുതലും നമുക്ക് ഇൻഫോർമൽ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം. ഇതൊരു ഒഫീഷ്യൽ പർപ്പസിലുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഇത് നമുക്ക് വില്ല് യൂസ് ചെയ്യാതെ പറയാം. എങ്ങനെയാണെന്നല്ലേ? മീറ്റിംഗ് starts tomorrow at 10 AM. Meeting starts tomorrow at 10 AM. ഇങ്ങനെ പറഞ്ഞാലും അർത്ഥം തന്നെയാണ്. മീറ്റിംഗ് നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഇവിടെ നമ്മൾ വില്ലോ, ഷാലോ, ഗോയിങ് ടു ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പകരം V1 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മീറ്റിംഗ് സ്റ്റാർട്ട്സ് ടുമോറോ അറ്റ് 10 AM. ട്രെയിൻ രാവിലെ 8 മണിക്ക് പുറപ്പെടും. ട്രെയിൻ രാവിലെ 8 മണിക്ക് പുറപ്പെടും. അടുത്ത സെന്റൻസ് ആണ്. ഇപ്പൊ പഠിച്ചതുപോലെയാണെങ്കിൽ ട്രെയിൻ ലീവ്സ് അറ്റ് 8 AM. ട്രെയിൻ ലീവ്സ് അറ്റ് 8 AM. ഇനി ഇതേ കാര്യം നമുക്ക് എങ്ങനെയും എഴുതാം. ട്രെയിൻ വിൽ ലീവ്. ഇത് നമ്മൾ നോർമലി എഴുതുന്ന രീതിയാണ് അല്ലെ. ട്രെയിൻ വിൽ ലീവ് അറ്റ് 8 AM. രണ്ട് കാര്യം ഒരേ സെന്റൻസ് ആണ് പറയുന്നത്. ട്രെയിൻ രാവിലെ 8 മണിക്ക് പുറപ്പെടും. ട്രെയിൻ ലീവ്സ് അറ്റ് 8 AM. ട്രെയിൻ വിൽ ലീവ് അറ്റ് 8 AM. അപ്പൊ പിന്നെ എന്താണ് ഡിഫറൻസ് എന്നല്ലേ? ഒരേ കാര്യം രണ്ട് രീതിയിൽ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും അല്ലെ? അതായത് മുൻകൂട്ടി തീരുമാനിച്ചൊരു കാര്യം, അതും ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. സിമ്പിൾ പ്രസന്റ് ടെൻസ്. ടെൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. എങ്കിലും സെന്റൻസ് എഴുതുമ്പോൾ ഉള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടെൻസ് പറയുന്നത്. മുൻകൂട്ടി തീരുമാനിച്ച ഒരു കാര്യം, അതും ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വിൽ, ഷാൽ ഒന്നിന്റെ നമുക്ക് ആവശ്യമില്ല. അതില്ലാതെ തന്നെ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാനായിട്ട് സാധിക്കും. നോർമലി പറയുമ്പോൾ നമ്മൾ വിൽ അല്ലെങ്കിൽ ഷാൽ യൂസ് ചെയ്യാറുണ്ട്. ഈ ഡിഫറൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം എന്ന പോയിന്റ് ആണ്. ഇതേ കാര്യം നമുക്ക് വില്ല് യൂസ് ചെയ്തും പറയാം. എന്നാലും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം, അതും കുറച്ച് ഒഫീഷ്യലി ആണ് അത് പറയുന്നതെന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നതാണ് കുറച്ചുകൂടി ആപ്റ്റ്. സിമ്പിൾ പ്രസന്റ് നമുക്കറിയാം സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിനനുസരിച്ച് SO ESO ചേർത്ത് വേണം നമ്മൾ വെർബിൽ എഴുതാനായിട്ട്. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞ് പഠിച്ച കാര്യങ്ങളാണ്. ഇനി സെന്റൻസ് നോക്കിയേ. എക്സാം അടുത്ത ആഴ്ച നടക്കും. നടക്കും എന്ന് പറയുമ്പോൾ തന്നെ ഫ്യൂച്ചർ ടെൻസ് ആണ് അല്ലെ. എക്സാം അടുത്ത ആഴ്ച നടക്കും. ഇപ്പൊ നോർമലി നമ്മൾ പറയാം എക്സാം വിൽ ടേക്ക് പ്ലേസ്, will takes place next week. Next week. Exam will take place next week. ഇനി ഇപ്പൊ പഠിച്ച രീതിയിൽ എഴുതുമ്പോൾ എക്സാം
takes place next week. Exam takes place next week. ഇവിടെ ഒരു വ്യത്യാസം ശ്രദ്ധിക്കണം. ഇവിടെ എസ് ചേർത്താണ് എഴുതിയത്. വില്ലിന് ശേഷം വരുമ്പോ പിന്നെ നമ്മൾ എന്ത് ചേർക്കില്ല? എസ് ചേർത്ത് എഴുതാറില്ല. എക്സാം വിൽ ടേക്ക് പ്ലേസ് നെക്സ്റ്റ് വീക്ക്. എക്സാം ടേക്സ് പ്ലേസ് നെക്സ്റ്റ് വീക്ക്. ഒരു സെന്റൻസ് കൂടി നോക്കാം. അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ചേ. അവള് മെയ് മാസത്തില് കോളേജിൽ നിന്നും ഗ്രാജുവേറ്റ് ആകും. അവൾ മെയ് മാസത്തില് കോളേജിൽ നിന്നും ഗ്രാജുവേറ്റ് ആകും. അപ്പൊ നമുക്ക് എഴുതാം she will graduate from college in May. In May. She will graduate from college in May. അവള് മെയ് മാസത്തില് കോളേജിൽ നിന്നും ഗ്രാജുവേറ്റ് ആകും. ഇനി ഇപ്പൊ പഠിച്ച രീതിയിൽ, ഈ വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ നമുക്ക് എഴുതി നോക്കാം. She graduates from college in May. She graduates from college in May. രണ്ടാമത് എഴുതിയ സെന്റൻസ് കുറച്ചുകൂടി ഒഫീഷ്യലി ആണ്, അതായത് ഫോർമൽ ആണ്. വിൽ നമുക്ക് കാഷ്വലി ഇൻഫോർമൽ കോൺവെർസേഷനിലൊക്കെ ബ്ലൈൻഡ്ലി യൂസ് ചെയ്യാവുന്ന ഒരു വേർഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഭാവിയിലെ, മുൻകൂട്ടി തീരുമാനിച്ച ഭാവിയിലെ ഒരു കാര്യം പറയാനായിട്ട് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാമെന്നാണ്. ടെൻസിന്റെ പേരൊക്കെ പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. കോൺവെർസേഷന് വേണ്ടി നമുക്ക് ടെൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഐഡിയ മാത്രം അറിഞ്ഞാൽ മതി. എങ്കിലും ബ്ലൈൻഡ്ലി സെന്റൻസസ് ഫോളോ ചെയ്യുന്നതിനേക്കാളും അത് ആ സിറ്റുവേഷൻ അറിഞ്ഞ് പഠിക്കുന്നതാണ് എപ്പോഴും യൂസ്ഫുൾ ആകുന്നത്. അതുകൊണ്ടാണ് ടെൻസും അതിന്റെ സ്ട്രക്ചറും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.